ഷായന, ഷായന, ഇവിടെ വാ. എന്താ ടാറ്റ? ഈ ക്ലാസ് അകത്തേക്ക് വെച്ച്. ഞാൻ ടാറ്റയോട് എപ്പോഴും ചോദിക്കണമെന്നു കരുതിയ കാര്യമാ. ഇതെന്തിനാ എന്നും ചായ കുടിച്ചതിന് ശേഷം ടാറ്റ ഗ്ലാസ് കമഴ്ത്തി വെക്കുന്നത്? ആഹാ, അതിപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ? ഞാനും നീയും തമ്മിൽ രാവിലെ ഒരു മുട്ടൻ വഴക്ക് നടന്നല്ലോ. അതെന്തിനായിരുന്നു? അത് ഞാൻ ടാറ്റ നട്ടു വളർത്തിയ പനിനീർ ചെടിയിലെ പൂക്കളിലെ പുഴുവിനെ തട്ടി മാറ്റിയതിനല്ലേ? അപ്പോ ടാറ്റ പറയുന്ന കാര്യം നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? ഈ ലോകത്തെ സർവ്വ ജീവജാലങ്ങളും മനുഷ്യനോളം അവകാശമുള്ളവരാണ്. ഞാൻ ഈ ഗ്ലാസ് കമഴ്ത്തി വെച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ചായയിൽ വല്ല ഉറുമ്പും വന്ന് കയറി ചത്തുപോയെങ്കിലോ? ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും മനുഷ്യനോളം തന്നെ ഇവിടെ താമസിക്കാൻ അവകാശമുണ്ട്. വീണ്ടും തുടങ്ങി രണ്ടുപേരും വഴക്ക്? ഇത് വഴക്കല്ല, ഞങ്ങൾ രണ്ടുപേരും ഭൂമിയിലെ അവകാശികളെ കുറിച്ച് സംസാരിച്ചതാ. അത് നിങ്ങള് 1977 പ്രസിദ്ധീകരിച്ച കഥയല്ലേ? അതെ, ആ കഥ തന്നെയാണ് പറയുന്നത്. ആ കഥയിലെ കഥാപാത്രങ്ങളാണ് ഞാനും എൻ്റെ ഉമ്മച്ചിയും. അതെ, ആ സമയത്ത് എന്തായിരുന്നു പുകില്? 2 ഏക്കർ തെങ്ങും പറമ്പും വാങ്ങി ആ തേങ്ങ വിറ്റ് കിട്ടുന്ന ആദായം കൊണ്ട് സുഖമായി ജീവിക്കാമെന്ന് കരുതുമ്പോഴാണ് വീട് മുഴുവൻ ഉറുമ്പ്, പാറ്റ, പല്ലി, അട്ട. പറമ്പിലാണെങ്കിലോ കുറേ വവ്വാലുകൾ, എലി, കുറുക്കൻ, കൂടാതെ സഖാവ് മൂർഖനും. ഒക്കത്തിനെയും ടാറ്റ സംരക്ഷിക്കും. ഒന്നിനെയും കൊല്ലാനും പാടില്ല, ആട്ടി ഓടിക്കാനും പാടില്ല. ഇതായിരുന്നു നമ്മൾ തമ്മിൽ അന്നത്തെ തർക്കത്തിന് കാരണം. അവരും ജീവിക്കട്ടെ, അവരും പടച്ചോന്റെ സൃഷ്ടികൾ. ഈ ലോകത്തിലെ സർവ്വ ചരാചരങ്ങൾക്കും ഈ അണ്ടകടാഹത്തിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അതിൽ ഞാനും ടാറ്റയോട് യോജിക്കുന്നു. ടാറ്റയുടെ തേന്മാവ് എന്ന കഥ വായിച്ചപ്പോഴും ടാറ്റയുടെ പരിസ്ഥിതി സ്നേഹവും സന്ദേശവും ഒക്കെ എനിക്ക് മനസ്സിലായി. അതിലെ റഷീദും അസ്മായും ടാറ്റയും ഉമ്മച്ചിയും തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടാറ്റയുടെ പുസ്തകം എനിക്ക് ഏറ്റവും ഇഷ്ടം പാത്തുമ്മയുടെ ആട് തന്നെയാണ്. അത് ഞാൻ 1954 എഴുതിയതാണ്. അന്ന് എനിക്ക് കെട്ടിയോളും കുട്ടികളും ഒന്നുമില്ലായിരുന്നു. അസുഖബാധിതനായി മനസ്സിനും ശരീരത്തിനും ഇച്ചിരി ആശ്വാസത്തിന് വേണ്ടിയായിരുന്നു ഞാൻ തലയോരപ്പറമ്പിലെ വീട്ടിലെത്തിയത്. ഉമ്മായും സഹോദരന്മാരും അവരുടെ കെട്ടിയോളും കുട്ടികളും, അതിനു പോരാതെ ആടും കുറെ കോഴിയും ഒക്കെ ഒരു ബഹളമയം. അങ്ങനെയായിരുന്നു പാത്തുമ്മയുടെ ആടിന്റെ തുടക്കം. ടാറ്റ എന്തുകൊണ്ടാ പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന നോവലിന് പേരിട്ടത്? പാത്തുമ്മയുടെ ആടിന്റെ കൗശലങ്ങളാണ് അതിന്റെ ആകർഷണം. അതുമാത്രമല്ല, അതിലെ പെണ്ണുങ്ങളെല്ലാം കൗശലത്തോടെയും ബുദ്ധിപൂർവമാണ് കുടുംബഭരണം നടത്തിയിരുന്നത്. തമാശകൾക്കപ്പുറം സ്ത്രീകൾ അനുഭവിച്ച ജീവിത യാഥാർത്ഥ്യങ്ങൾ കൂടി ഇതിന്റെ പിറകിലുണ്ട്. അവർ ആ ആടിന്റെ പേരിൽ തന്നെ എന്തൊക്കെ പുകിലുകളാണ് ചെയ്യുന്നത്. ഇതൊക്കെ രസകരമാണ്. അതിൻ്റെ ഇടയിൽ പാത്തുമ്മയ്ക്ക് ദേഷ്യം വരുമ്പോഴുള്ള ഒരു ഡയലോഗ് ഉണ്ട്: എൻ്റെ ആടൊന്ന് പെരട്ടെ, അപ്പ കാണിച്ചു തരാം. ടാറ്റയുടെ നോവലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രേമലേഖനം എന്ന നോവലാണ്. 1942 ഞാൻ എഴുതി. 43 ഞാനത് പ്രസിദ്ധീകരിച്ചു. സാറാമ്മയുടെയും കേശവൻ നായരുടെയും പ്രണയ ഹാസ്യ നോവലാണത്. മിശ്രവിവാഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് വരുമാനത്തിന്റെ ഒരു പങ്ക് നൽകണമെന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു നോവൽ. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കുന്ന കാലത്താണ് തോന്നുന്നു നിങ്ങൾ മതിലുകൾ എഴുതിയത്, അല്ലേ? അതെ, 1964 അത് ഞാൻ എഴുതിയത്. മതിൽക്കെട്ടുകൾക്ക് ഇരുവശവും ഒരിക്കലും കാണാനാവാതെ ശബ്ദത്തിലൂടെ പ്രണയം കൈമാറിയ 2 കഥാപാത്രങ്ങൾ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത് അവസാനം പാരതന്ത്ര്യത്തിന്റെ ജയിലിൽ അടക്കപ്പെട്ടപ്പോഴും സ്വന്തം വീക്ഷണം കൊണ്ട് പൂങ്കാവനമാക്കാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രം. ടാറ്റ ഗാന്ധിജിയെ കണ്ടിട്ടുണ്ടല്ലോ, അതൊരു വലിയ സംഭവം തന്നെയായിരുന്നല്ലേ ടാറ്റ? അതെ, അതൊരു സ്റ്റൈലൻ അനുഭവമായിരുന്നു. വൈക്കം, ഞാൻ 5th 4th പഠിക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി അവിടെ എത്തിയ ഗാന്ധിയെ ഞാൻ കാണുകയും അദ്ദേഹത്തിന്റെ തോളിൽ ഞാൻ തൊടുകയും ചെയ്തു. ഇത് എൻ്റെ ഉമ്മയോട് ഞാൻ പറയുകയും ചെയ്തു. ഇതിന്റെ ബാക്കി പുകലുകൾ എൻ്റെ അമ്മ എന്ന ഓർമ്മക്കുറിപ്പിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ടാറ്റ എന്തിനാ ഇവിടെ വരുന്നവരോടൊക്കെ ഭക്ഷണം കഴിച്ചോ, ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുകയും അവർക്കും മറ്റു ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ശീലം എങ്ങനെയുണ്ടായി ടാറ്റ? വിശപ്പിന്റെ വില അറിഞ്ഞവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ വിശപ്പ് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. വിശപ്പെന്ന സത്യത്തോളം മറ്റൊരു യാഥാർത്ഥ്യവുമില്ല. എല്ലാ മതവും ആഹ്വാനം ചെയ്യുന്നത് ദാനമാണ്. ടാറ്റയ്ക്ക് ധാരാളം പേരുകളുണ്ട്. അബ്ദുറഹ്മാൻ മുഹമ്മദ്, ബഷീർ, കൂടാതെ ആദ്യകാലത്തിൽ പ്രഭ എന്ന പേരിൽ എഴുതി
കൊച്ചു മുഹമ്മദ് എന്ന പേരുണ്ട്. പിന്നീട് വൈക്കം മുഹമ്മദ് ബഷീറായി ബേപ്പൂർ സുൽത്താനായി. ഇതിൽ ടാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാണ്? എല്ലാ പേരും ഇഷ്ടം കൊണ്ട് തിരഞ്ഞെടുത്താണെങ്കിലും ബേപ്പൂർ സുൽത്താൻ അതിനൊരു സുൽത്താന്റെ ഗമയുണ്ട്, അല്ലേ എടിയെ? അതെ അതെ. राजकुमारी सो जा।